പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്സൺ L18050 എന്ന പ്രിൻ്ററിൻ്റെ വൈഫൈ സെറ്റപ്പ് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ആൾറെഡി USB കണക്റ്റഡ് ആണെങ്കിൽ റിമൂവ് ചെയ്യണം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു, അവിടെ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുത്തതിന് ശേഷം എപ്സൺ നാവി സെറ്റപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഇവിടെ ആദ്യം കാണുന്ന സൈറ്റ് ഉണ്ടല്ലോ, ആ സൈറ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. സൈറ്റ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഓപ്പണായി വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നമ്മളെ പ്രിൻ്ററിൻ്റെ മോഡൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. L18050 എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് താഴെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ലിസ്റ്റ് ചെയ്ത് അവിടെ നമ്മളെ പ്രിൻ്ററിൻ്റെ പേരുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ സെർച്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് പേജിലോട്ട് പോകും. ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യാനുള്ള നിങ്ങൾക്ക് ഏത് വെർഷനാണ് വേണ്ടത്, വിൻഡോസ് ആണോ മാക്കാണോ വേണ്ടത് എന്നുള്ളതാണ്. ഞാനിപ്പോൾ വിൻഡോസ് സിസ്റ്റത്തിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പരിചയപ്പെടുത്തി തരുന്നത്, അതുകൊണ്ട് അത് സെലക്റ്റഡ് ആണ്. ഇവിടെ കാണുന്ന ഈ താഴെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ സെറ്റപ്പ് എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് പോകും. ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ആ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആവശ്യമുള്ള ഫയൽ ഡൗൺലോഡ് ആവുന്നതാണ്. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഫയലിൻ്റെ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പണായി വരുന്നതാണ്. ഇതേപോലെ ചെറിയൊരു അപ്ഡേറ്റിംഗ് ഉണ്ടാവും, കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്ഡേറ്റിന് ശേഷം ഇവിടെ കാണുന്ന ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. താഴെ കാണുന്ന ആക്സെപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു ബോക്സ് ഓപ്പണായി വരും. അവിടെ യെസ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് 2 ടിക്ക് അൺടിക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു മെസ്സേജ് വരും. ഇവിടെ നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുന്നു. ഇവിടെ ടിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പ്രിൻ്റർ ഡ്രൈവർ ഡൗൺലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓട്ടോമാറ്റിക് തന്നെ ഇൻസ്റ്റാളിങ് നടക്കുന്നുണ്ടാവും. ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കണക്ഷൻ മെത്തേഡ് ചോദിക്കും. അവിടെ നമുക്ക് ഫസ്റ്റ് കാണുന്ന ഞാനിപ്പോൾ കാണിച്ചു തരാം. യെസ്, ഇവിടെ കണക്ഷൻ മെത്തേഡ് ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തി തരുന്നത് നമ്മളെ വൈഫൈയിലേക്ക് കണക്ട് ചെയ്യാനുള്ള മെത്തേഡാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കാണുന്ന കണക്റ്റ് വൈഫൈ ഓട്ടോമാറ്റിക്കലി എന്നുള്ളതുണ്ടല്ലോ, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. USB കേബിൾ വഴിയുള്ളത് ഞാൻ മുമ്പ് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ കൊടുക്കാവുന്നതാണ്. ഇവിടെ ഫസ്റ്റ് കാണുന്ന സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ വീണ്ടും ചെറിയൊരു ഡൗൺലോഡിങ് ഉണ്ടാവും. ആ ഡൗൺലോഡിങ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു മെസ്സേജ് വരുന്നുണ്ടാവും. നമുക്കിവിടെ കാണാൻ സാധിക്കും പ്രിൻ്ററിൻ്റെ വൈഫൈ എന്നുള്ള ആ ബട്ടൺ ഒരു 5 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കാനാണ് പറയുന്നത്. ആ പ്രസ് ചെയ്ത് പിടിക്കുന്ന സമയത്താണ് ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്, അല്ലെങ്കിൽ റൗട്ടറിലേക്ക് കണക്റ്റ് ആവാനുള്ള റിക്വസ്റ്റാണ് ആ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ പ്രിൻ്ററിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന രണ്ടാമത് പവർ ബട്ടൻ്റെ അടുത്തായി കാണുന്ന ഈ ബട്ടൺ ഒരു 5 സെക്കൻഡ് പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അതിൻ്റെ മുകളിൽ കാണുന്ന ഇൻഡിക്കേഷൻസ് മാറി മാറി ഫ്ലാഷ് ചെയ്യാൻ തുടങ്ങുന്നത്. ഏകദേശം ആ ഒരു പ്രോസസ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ കൈ എടുക്കുക. എന്നിട്ട് ഇവിടെ സ്ക്രീനിൽ കാണുന്ന നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതേപോലെ ഒരു ചെറിയൊരു പ്രോസസ്സിംഗ് ഉണ്ടാവും, കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഈ സമയത്ത് പ്രിൻ്റർ ഓഫ് ആവാൻ പാടില്ല, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഏകദേശം കണക്ഷൻ കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചോദിക്കുന്നുണ്ടാവും ഓട്ടോമാറ്റിക് IP ആണോ വേണ്ടത്, അല്ലെങ്കിൽ മാനുവലായിട്ടാണ് കോൺഫിഗറേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഞാൻ ഈ വീഡിയോയിൽ ഓട്ടോമാറ്റിക് കോൺഫിഗറേഷനാണ് പരിചയപ്പെടുത്തി തരുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ചേഞ്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അടുത്ത പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. നോർമൽ എല്ലാവരും ഓട്ടോമാറ്റിക്കായിട്ടാണ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും ചെറിയൊരു പ്രോസസ്സിംഗ് ഉണ്ടാവും. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇവിടെ എറർ മെസ്സേജ് വരുന്നതായിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ ചെയ്ത പ്രോസസ്സ് കംപ്ലീറ്റഡ് ആണ്, അതുകൊണ്ട് ഇവിടെ എറർ മെസ്സേജ് ഒന്നുമില്ല. ഇതിൻ്റെ അഡീഷണൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ഞാനത് രണ്ടും അൺടിക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും ഇവിടെ സ്കിപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാനാണ് ചോദിക്കുന്നത്. നമുക്ക് തൽക്കാലം ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ താഴെ കാണുന്ന സ്കിപ്പ് എന്നുള്ളത് കൊടുത്താൽ മതി. പിന്നെ രജിസ്ട്രേഷൻ പ്രോസസ്സാണ് ചോദിക്കുക. തൽക്കാലം രജിസ്ട്രേഷൻ പ്രോസസ്സും നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. ഈ ഫേംവെയർ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ട് വലിയ ഗുണമൊന്നുമില്ല. അത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാലും പ്രിൻ്ററിന് പ്രശ്നമൊന്നും വരികയുമില്ല. അതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്യാൻ പറയുന്നത്. ടെസ്റ്റ് പേജ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടെസ്റ്റ് പേജ് ചെയ്യാം, അല്ലെങ്കിൽ നെക്സ്റ്റ് എന്നുള്ളത് വീണ്ടും കൊടുക്കുന്നു. ഇനി വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ലാത്തൊരു കാര്യമാണ്, പ്രിൻ്റർ രജിസ്റ്റർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. തൽക്കാലം അത് നമുക്കിവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ എന്ന് കൊടുക്കുക. ഇവിടെ നമ്മൾ പ്രിൻ്ററിൻ്റെ സീരിയൽ നമ്പർ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. താഴെ രജിസ്റ്റർ ചെയ്യാനാണ് ചോദിക്കുന്നത്. ഞാൻ ജസ്റ്റ് ആവശ്യമില്ലാത്തതായതുകൊണ്ട് ഇവിടെ സ്കിപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് അതിനുശേഷം നമ്മൾ ഇൻസ്റ്റാളേഷൻ സെറ്റപ്പിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അത് ജസ്റ്റ് ഫിനിഷ് എന്ന് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് കമ്പ്യൂട്ടറിനോ ലാപ്ടോപ്പിൽ നിന്നോ മൊബൈലിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വൈഫൈ ത്രൂ ആയിട്ട് നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം, ഞാൻ റീപ്ലൈ തരുന്നതാണ്.
കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.